ഹായ് എവരി വൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രോസ്റ്റഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചറിലുള്ള ബ്രോസ്റ്റഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ വളരെയധികം ജ്യൂസിയും ടെൻഡറുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ബ്രോസ്റ്റഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്കൊന്ന് കടക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ സ്കിന്നോട് കൂടിയ ചിക്കനാണ്. ഏകദേശം ഇതേ വലുപ്പത്തിലുള്ള ഒരു 10 പീസുകളായാണ് ഞാനിവിടെ ചിക്കൻ മുറിച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ബ്രോസ്റ്റഡിന് വേണ്ടി എടുക്കേണ്ടത് സ്കിന്നോട് കൂടിയ ചിക്കൻ തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം തോരാനായി ഒരു സ്ട്രെയിനറിൽ ഇട്ട് വച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ബട്ടർ മിൽക്കാണ്. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1.25 കപ്പ് അളവിൽ പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ പാലിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിൽ വിനീഗർ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടിനെയും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സിനെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈവൻ വെളുത്തുള്ളിയുടെ പൗഡറാണ് അവൈലബിൾ എങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി 2 ടേബിൾ സ്പൂൺ നമുക്ക് വിനീഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1.5 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ മിക്സിനെ എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു കട്ട കെട്ടാതെ നമ്മൾ 2 മിനിറ്റെങ്കിലും എടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മിക്സി ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ്. അപ്പോൾ നമുക്ക് ഈ പീസുകളെ നമുക്ക് ഓരോന്നായി ഈ മിക്സിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ചിക്കൻ പീസുകളെല്ലാം നന്നായി ഇതിലേക്ക് മുങ്ങിക്കിടക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം നന്നായി പിടിക്കും. ഇനി ഈ ഒരു മിക്സിന് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കില്ല. അപ്പോൾ അതുപോലെ കിട്ടണമെങ്കിൽ ഇതിനെ നമ്മളൊരു 5 മണിക്കൂറെങ്കിലും അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പം നമുക്കിതിനെ ഒന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 4.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്ക് അതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1 കപ്പ് മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. മാവ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു കോഴിമുട്ടയാണ്. അതും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. ശ്രദ്ധിക്കണം, നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യേയില്ല, വെളുത്തുള്ളി മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത വെള്ളമാണ്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിന് വേണ്ടി വരും. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളവും മുഴുവനായി ഒഴിക്കരുത്, കുറച്ച് കുറച്ചായി ഒഴിച്ച് കട്ട കെട്ടാതെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് ഈ ബാറ്ററിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഏകദേശം നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററൊക്കെ ഇല്ലേ, അതേ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന്. ഇനി ഈ ബാറ്ററിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് മുളക് പൊടിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂണോളം അളവിൽ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഈവൻ നിങ്ങൾക്ക് സ്പൈസി ആയിട്ടാണ് വേണ്ടതെങ്കിൽ 1 മുതൽ 1.25 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ എരി കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഉപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മിക്സിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മുളക് പൊടി എല്ലാം നമ്മുടെ ഈ മിക്സിലേക്ക് നല്ലതുപോലെ മിക്സായി കിട്ടണം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പീസുകളിലേക്കെല്ലാം നമ്മുടെ മസാലകളെല്ലാം നന്നായി പിടിച്ച് നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസിയും ടെൻഡറുമായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ചിക്കൻ പീസിനെ എടുക്കാം. ഈ ചിക്കൻ പീസിനെ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മൈദാമാവിൻ്റെ ബാറ്ററിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ നന്നായി ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഈ മാവിനെ നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഈ മൈദാമാവിൻ്റെ മിക്സിലേക്കാണ്. ഈ മൈദാമാവിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മാവ് നമുക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വിതറി നല്ലതുപോലെ പ്രസ് ചെയ്ത് നമ്മുടെ ചിക്കനിലെ നനവെല്ലാം മാറുന്നിടം വരെ നമുക്ക് ഈ മാവിനെ ഈ ചിക്കനിലേക്ക് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ കോട്ട് ചെയ്ത് നമുക്ക് ഈ ചിക്കനെ മാറ്റി വയ്ക്കാം. ഇതുപോലെ ഞാൻ ആദ്യം വറുത്തെടുക്കുന്നത് 3 പീസുകളാണ്. അതിനെയും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ആദ്യം വറുത്തെടുക്കേണ്ട 3 ചിക്കൻ പീസ് ഞാൻ നന്നായി മാവിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ബ്രോസ്റ്റഡിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ പോലത്തെ എണ്ണകളാണ്. വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്താൽ ഒരു നാടൻ ടച്ചായിട്ട് മാറിപ്പോകും. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകളെ ഓരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ചിക്കനെ കുക്ക് ചെയ്തെടുക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിം തീയിലാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ്റെ അകമേ ഉള്ള പീസുകളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇവൻ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ പുറമേ ഉള്ള ഭാഗം പെട്ടെന്ന് ക്രിസ്പായി പോവും, പക്ഷേ അകമേ വേവാതെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് 2 ചീനച്ചട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് 3 6 പീസൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3 എണ്ണം വീതമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിക്കനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മളിതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റഡുകളൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ബ്രോസ്റ്റഡ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെയധികം പുറമേ വളരെയധികം ക്രിസ്പിയും അകമേ നല്ല ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ പീസുകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. അതുപോലെ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു.